Su-34 ഫുൾ പാക്ക് റഷ്യയുടെ വ്യോമസേനയിലുള്ള ഒരു ഫ്രണ്ട് ലൈൻ ബോംബർ അല്ലെങ്കിൽ മൾട്ടി മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വിമാനം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അടുത്തിടെ ഓൺലൈനിൽ റിലീസായ ചില ഇമേജസ്, ചില ഫൂട്ടേജസ് ഒക്കെ കണ്ടിട്ട് ചിലർ പറയുന്നത് Su-34 റഷ്യ അല്ലാതെ മറ്റ് ഏതോ രാജ്യത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും ആ ഫോറിൻ ബയർ? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. Su-34 റഷ്യയുടെ ഫ്രണ്ട് ലൈൻ വിമാനം അല്ലെങ്കിൽ റഷ്യയുടെ പക്കൽ ഉള്ളതിൽ വെച്ച് വളരെ ഫലപ്രദമായ വിമാനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം Su-27 വേരിയന്റിൽ നിന്നുള്ള നിരവധി വിമാനങ്ങൾ റഷ്യ സൃഷ്ടിക്കുന്നുണ്ട്. Su-30, Su-35 ഇവയെല്ലാം Su-27 ബേസ് ആയി വെച്ച് അതിനുശേഷം അതിൽ നിന്നും സൃഷ്ടിച്ച വിമാനങ്ങളാണ്. എന്നാൽ മറ്റ് വിമാനങ്ങൾക്കില്ലാത്ത ഒരു സവിശേഷത Su-34-നുണ്ട്. പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ Su-35 അല്ലെങ്കിൽ Su-30 ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇവയെല്ലാം മൾട്ടി മിഷൻ വിമാനങ്ങൾ തന്നെയാണ്. അതിനർത്ഥം ഇതിനെ എയർ സുപ്പീരിയോറിറ്റി മിഷന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗ്രൗണ്ട് അറ്റാക്ക് മിഷൻസിന് വേണ്ടിയും ഇതിനെ ഉപയോഗിക്കാൻ കഴിയും. ഒരു സ്ഥലത്തെ സംരക്ഷിക്കാനായി, അതായത് സെപ്പറേഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ് സിസ്റ്റം, ശത്രുക്കളുടെ എയർ ഡിഫൻസ് സിസ്റ്റം, ഇങ്ങനെയുള്ള ആന്റി റഡാർ മിഷൻസിന് വേണ്ടിയും ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷേ ഈ വിമാനങ്ങളിൽ ഒന്നുമില്ലാത്തൊരു സവിശേഷത Su-34-നുണ്ട്. ഇതിനെ കൊണ്ട് കൂടുതൽ അളവിൽ സ്ഫോടക വസ്തുക്കൾ എടുത്തുകൊണ്ടുപോയി ശത്രുവിൽ വർഷിക്കാൻ സാധിക്കും. ഇപ്പോൾ Su-30, 35 ഒക്കെ എടുക്കുകയാണെങ്കിൽ 6000 കിലോ സ്ഫോടക വസ്തുക്കൾ, ബോംബുകൾ എടുത്തുകൊണ്ടുപോകാൻ കഴിയും. അതിന്റെ വെപ്പൺസ് ബേയിൽ എയർ ടു എയർ മിസൈൽ, എയർ ടു ഗ്രൗണ്ട് കാറ്റഗറിയിൽ എടുത്തുകൊണ്ടുപോകാനൊക്കെ കഴിയും. എന്നാൽ ഇതിൽ നിന്നും 2 മടങ്ങ് കൂടുതൽ ആയുധങ്ങൾ Su-34-നെ കൊണ്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ ഇതൊരു മൾട്ടി മിഷൻ റോൾ വിമാനം എന്ന് പറയുന്നതിനേക്കാളും ഒരു മിനി ബോംബർ കാറ്റഗറിയിൽ ഇതിനെ കൊണ്ടുവരാം. അതുപോലെ തന്നെ മറ്റു വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിനെ കൊണ്ട് എസ്കോർട്ട് ഇല്ലാതെ പോകാൻ കഴിയും. എന്നിട്ട് ശത്രുക്കളുടെ അതിർത്തിയും കടന്നു ചെന്ന് അതിന്റെ മിഷൻ അവസാനിപ്പിച്ചിട്ട് തിരികെ വരാൻ കഴിയും. ഇന്ത്യ വ്യോമസേനയെ സംബന്ധിച്ച് നമ്മുടെ പക്കൽ റഫേൽ വിമാനങ്ങളുണ്ട്, Su-30 ഉണ്ട്, എല്ലാം തന്നെയുണ്ട്. പക്ഷെ റഫേൽ വിമാനങ്ങൾക്ക് പോലും Su-30യുടെ എസ്കോർട്ട് ആവശ്യമാണ്. കാരണം Su-30 അത്രത്തോളം ക്യാപ്പബിൾ ആണ്. അങ്ങനെയുള്ള Su-30 വിമാനങ്ങളുടെ എസ്കോർട്ട് ഇല്ലാതെ തന്നെ, അതിന്റെ സഹായം ഇല്ലാതെ ഒറ്റയ്ക്ക് ചെന്ന് ഈ Su-4 വിമാനങ്ങളെ കൊണ്ട് ശത്രുക്കളുടെ പൊസിഷൻസിൽ അറ്റാക്ക് നടത്തി തിരികെ വരാൻ കഴിയും. അത്രത്തോളം ക്യാപ്പബിൾ ആയ ഒരു വിമാനമാണ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് യാതൊരു സംശയം വേണ്ട. അടുത്തറിയാൻ പോകുന്നത്, ചില ദിവസങ്ങൾക്ക് മുൻപ് റഷ്യയുടെ വ്യോമാതിർത്തിയിൽ, പ്രധാനമായും നുവാക്സ് എന്ന പ്രദേശം, അതിന് മുകളിൽ ഡെസേർട്ട് ക്യാമഫ്ലാഗ് പാറ്റേണിൽ പുതുതായി വികസിപ്പിച്ച Su-34 വിമാനങ്ങൾ അവിടെ പരിശീലന ദൗത്യങ്ങൾ നടത്തുകയായിരുന്നു. അതായത് പുതുതായി ഒരു വിമാനം നിർമ്മിക്കുകയാണെങ്കിൽ അത് ഫാക്ടറിയിൽ നിന്നും പുറത്തേക്ക് വന്നതിന് ശേഷം ട്രയൽസിന് കൊണ്ടുപോകും. അതിന്റെ ഫുൾ എഫക്റ്റീവ്നെസ്, സിസ്റ്റംസ് എല്ലാം വർക്കാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായി ട്രെയിനിങ് മിഷന് വേണ്ടി കൊണ്ടുപോകും. ഇങ്ങനെ കൊണ്ടുപോയ ഈ ഒരു വിമാനം സാൻഡ് ക്യാമഫ്ലാഗ് ആണ്. അതായത് ഒരു ബ്രൗൺ, യെല്ലോ നിറമൊക്കെ മിക്സായി വരുന്ന ഡെസേർട്ട് നിറത്തിലുള്ള ഒരു ക്യാമഫ്ലാഗ് പാറ്റേൺ. ആ പാറ്റേണിന്റെ Su-34 വിമാനം സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് എത്രത്തോളം വലിയൊരു കാര്യമാണെന്ന് ചോദിച്ചാൽ, ഇതുവരെയും Su-34 വിമാനങ്ങൾ റഷ്യൻ വ്യോമസേന ഒഴികെ മറ്റേതു രാജ്യത്തിന്റെ വ്യോമസേനയിലും ഇല്ലായിരുന്നു. Su-30 എടുത്താൽ പല രാജ്യങ്ങൾ നമുക്ക് പറയാൻ കഴിയും. ഇന്ത്യ, ചൈന, മറ്റു പല ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ വ്യോമസേനയിലെല്ലാം ഉണ്ട്. അങ്ങനെ പലയിടങ്ങൾ പറയാം. പക്ഷെ Su-34 പൂർണ്ണമായും റഷ്യൻ വ്യോമസേനയിൽ മാത്രമേ ഉള്ളൂ, മറ്റേതൊരു രാജ്യത്തുമില്ല. അങ്ങനെയുള്ളപ്പോൾ എന്തിനു വേണ്ടിയാണ് ഏതൊരു ബന്ധവുമില്ലാതെ ഇങ്ങനെ ഒരു പാറ്റേൺ സൃഷ്ടിച്ചത്? ഇതിന് രണ്ട് സാഹചര്യം മാത്രമേ ഉള്ളൂ. അല്ലല്ല, ഒരേ ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ. ഏതോ ഒരു ഫോറിൻ ബയർ Su-34 വാങ്ങിയിട്ടുണ്ട്. ഈ ഡീൽ ജനങ്ങൾക്കറിയാതെ ഇത്ര ദിവസവും ഇരിക്കുകയായിരുന്നു. ഇങ്ങനെ വിമാനങ്ങൾ സൃഷ്ടിക്കുകയും അവരുടെ സേനയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു പ്രാരംഭഘട്ടമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ആ പൊട്ടൻഷ്യൽ ബയർ? Su-34 വിമാനം റഷ്യ ഒഴികെ മറ്റാരുടെ പക്കലും ഇല്ല. ആഗോളതലത്തിൽ ഇതിന് സമാനമായ വിമാനം അമേരിക്കയുടെ F-15 ആണ്. ഈ F-15 എന്നത് മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന വിമാനമാണ്. അങ്ങനെയുള്ളപ്പോൾ ആരായിരിക്കും ഇതിന്റെ പൊട്ടൻഷ്യൽ ബയർ എന്ന് നോക്കിയാൽ അത് രണ്ട് രാജ്യമാണ്. ഒന്നാമത്തേത് അൾജീരിയ, മറ്റൊന്ന് ഇറാൻ. ഇതിലിപ്പോ ഊഹാപോഹങ്ങൾ വരാൻ തുടങ്ങിയത് അൾജീരിയ അല്ല, ഇറാൻ ഈ വിമാനങ്ങൾ വാങ്ങാനുള്ള സാധ്യത കൂടുതലെന്നും പറയുന്നു. കാരണം ഇതിനകം അൾജീരിയയുടെ പക്കലുള്ള വിമാനങ്ങൾ, അൾജീരിയ റഷ്യയുടെ നിരവധി വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഉപയോഗിച്ചിട്ടുള്ള പാറ്റേണും ഇപ്പോൾ സ്പോട്ട് ചെയ്തിട്ടുള്ള പാറ്റേണും പൂർണ്ണമായും വ്യത്യസ്തമാണ്. അതായത് അൾജീരിയയുടെ പക്കൽ ഇതിനകമുള്ള 2-3 വിമാനങ്ങളുടെ കളർ വേരിയന്റ് അതല്ലാതെ Su-34 വളരെ വ്യത്യസ്തമായ കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഇവിടെ Su-34 വാങ്ങാനുള്ള ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ടാകാം എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇറാൻ Su-57 വാങ്ങണമെന്നുള്ള തീരുമാനത്തിലായിരുന്നല്ലോ. Su-35 വാങ്ങണം എന്നും അവർ പറഞ്ഞിരുന്നു.
ഇവിടെ ഇറാനാണ് ഈ വിമാനം വാങ്ങാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഈ വിമാനം എങ്ങനെ ഇറാനെ സഹായിക്കും എന്നുള്ളൊരു ചോദ്യവും അവിടെ വരും. ഇതിന്റെ ഉത്തരവും വളരെ ലളിതമാണ്. ഇതിനകം ഇറാന്റെ പക്കൽ അവരുടെ ഏജിംഗ് ഫ്ലീറ്റിൽ MiG-29 വിമാനങ്ങളുണ്ട്. 2 കംപ്ലീറ്റ് സ്ക്വാഡ്രോണിൽ MiG-29 വിമാനങ്ങളുണ്ട്. തലസ്ഥാനത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയും ഏരിയൽ ഡിഫൻസിന് വേണ്ടിയും ഈ വിമാനങ്ങളെ തെഹ്റാന് ചുറ്റും നിർത്തിവെച്ചിരിക്കുകയാണ് 2 പ്രധാനപ്പെട്ട എയർബേസസിൽ. Su-35 അവർ വാങ്ങാനുള്ള ഡീൽ ഇതിനകം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. Su-57 ഒരു പക്ഷേ ഭാവിയിൽ അവർ വാങ്ങാം എന്നുള്ള ഒരു സാധ്യതയുമുണ്ട്. ഇപ്പോൾ Su-35 എടുത്താൽ ഒരു എയർ സുപ്പീരിയോറിറ്റി മൾട്ടി റോൾ ഫൈറ്റർ ജെറ്റാണ്. എല്ലാ മിഷന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. പക്ഷേ ഇസ്രായേലിന്റെ പക്കൽ ഉള്ളതുപോലെ ഒരു ബോംബർ എയർക്രാഫ്റ്റ് വേണം. ബോംബർ എയർക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ F-15 കൂടുതൽ ബോംബുകൾ വഹിച്ചു കൊണ്ടുപോയി ശത്രുക്കളുടെ പൊസിഷൻസിനെ നശിപ്പിക്കാനായി ഇസ്രായേൽ എങ്ങനെയാണോ ഒരു ബോംബർ ഉപയോഗിക്കുന്നത് അതുപോലൊരു വിമാനം ഇറാനും ആവശ്യമാണ്. അവരെ കൊണ്ട് പൂർണ്ണമായും ഒരു ബോംബർ ഫ്ലീറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഓരോ ബോംബറും 10-20 ഫൈറ്റർ എയർക്രാഫ്റ്റിന്റെ വിലയോട് തുല്യമായിരിക്കും. ഇതിന്റെ വില ഒരു 50 മില്യൺ ആണെങ്കിൽ അതിന് ഒരു 200, 300, 400 മില്യണോളം വരും ഒരു ബോംബറിന്റെ കോസ്റ്റ് മാത്രം. അപ്പോൾ ഇറാനെ കൊണ്ട് പൂർണ്ണമായും ഒരു ബോംബർ ഫ്ലീറ്റ് സൃഷ്ടിക്കാൻ സാധിക്കില്ല. അതിന്റെ ഒരു മിനി വേരിയന്റ് ആയിട്ടുള്ള Su-34 വാങ്ങുകയാണെങ്കിൽ ഇസ്രായേലിന്റെ F-15 ഫ്ലീറ്റിനെ ഇവരെ കൊണ്ട് ഉത്തരം നൽകാൻ സാധിക്കും. മാത്രവുമല്ല ഇപ്പോഴത്തേക്ക് മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ശക്തിയായി മാറാൻ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ എടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അവർ തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കുന്നതിനുമപ്പുറം ശത്രുക്കളെ ആക്രമിക്കുന്ന പവർ സൃഷ്ടിക്കാൻ കഴിയണം. ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു രാജ്യം അവർ പറയുന്ന വാക്ക് കേട്ടില്ലെങ്കിൽ അവർ അവരുടെ ബോംബർ ഫ്ലീറ്റിന് അയക്കും, അല്ലെങ്കിൽ അവരുടെ വ്യോമസേന വിമാനങ്ങളെ അയക്കും, വിമാനവാഹിനി കപ്പലിനെ അയക്കും. ഇങ്ങനെ അവരുടെ ശക്തി അവർ പ്രകടിപ്പിക്കാൻ ശ്രമിക്കും. കണ്ടോ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കും. ഇതൊന്നും കേട്ടില്ലെങ്കിൽ ഇതെല്ലാം വെച്ച് നിങ്ങളെ എനിക്ക് നശിപ്പിക്കാൻ കഴിയും, ആക്രമിക്കാൻ കഴിയും എന്നുള്ള രീതിയിൽ അവരവരുടെ ശക്തി അവിടെ പ്രകടിപ്പിക്കും. അതുപോലെ കുറച്ചെങ്കിലും ഇറാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ Su-34 വിമാനങ്ങൾ മിനിമം ഒരു 3-4 സ്ക്വാഡ്രണെങ്കിലും അവർക്ക് ആവശ്യമായി വരും. അപ്പോൾ Su-34 ഗ്രൗണ്ട് അറ്റാക്ക് മിഷന് വേണ്ടി ഇറാനുള്ള ഒരു ഗോൾഡൻ ചാൻസ് ആണ്. പക്ഷേ ഇറാൻ അത് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇവയെല്ലാം ഇറാന്റെ അഡ്വാൻറ്റേജായി മാറുക. ഇതിനപ്പുറം ഒരുപാട് പോർട്ടന്റ് കസ്റ്റമേഴ്സ് ഉണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെ റഷ്യയെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ റഷ്യയുടെ ആയുധങ്ങൾ ഇതിനകം ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ നിരവധിയുണ്ട്. എന്നാൽ ഈ പ്രത്യേക ക്യാമഫ്ലാഗ് പാറ്റേൺ നോക്കുമ്പോൾ ഇറാൻ ഇത് വാങ്ങാനുള്ള സാധ്യത അധികമാണ്. ഇറാനിലേക്ക് ഈ വിമാനം പോകാനുള്ള സാധ്യത ഒരല്പം കൂടുതലാണ് എന്ന് തന്നെ പറയാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. Su-34 വിമാനം ഇറാനിലേക്കാണോ മറ്റേതെങ്കിലും രാജ്യത്തിലേക്കാണോ പോകാൻ പോകുന്നത്? കമന്റിൽ പറയും. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വെക്കുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.